അങ്ങനെ ഒരു റംബൂട്ടാൻ കാലം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷത്തെ റംബൂട്ടാൻ വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ. മാർച്ച് അവസാനമായപ്പോഴാണ് റംബൂട്ടാൻ പൂത്തു തുടങ്ങിയത്. ഏപ്രിൽ ആയപ്പോഴേക്കും ചെറിയ ചെറിയ കായകൾ വന്നു തുടങ്ങി. മെയ് ജൂൺ ആയപ്പോഴേക്കും റംബൂട്ടാന് നിറം വെച്ചു തുടങ്ങി. ആദ്യം ഒരു മഞ്ഞ നിറവും പിന്നീട് ചുവപ്പുമായി മാറി. ഇവിടെ വവ്വാലിൻ്റെ അണ്ണാൻ്റെ ശല്യമുള്ളത് കാരണം ഞങ്ങൾ റംബൂട്ടാനെല്ലാം ചെറിയ വലക്കവറുകൾ ഇട്ട് വെച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവറ്റകൾക്ക് കൂടി കൊടുത്തൂടെ എന്ന്. അവറ്റകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ റംബൂട്ടാൻ മരം തന്നെയുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റംബൂട്ടാൻ മരം നട്ടിട്ട് 4 വർഷമായി. ആദ്യമായിട്ടാണ് ഇതിൽ ഇത്രയും റംബൂട്ടാൻ പിടിക്കുന്നത്. ജൂൺ ജൂലൈ ആയപ്പോഴേക്കും റംബൂട്ടാനെല്ലാം നന്നായി പഴുത്തു. ദേ കണ്ടില്ലേ, ഇത് N18 ഇനത്തിൽപ്പെട്ട റംബൂട്ടാനാണ്. ഈ റംബൂട്ടാൻ എന്ന് പറയുന്നത് ലിച്ചിയുടെയും ലോങ്കൺ ഫ്രൂട്ടിൻ്റെയും ഫാമിലിയിൽപ്പെട്ടതാണ്. റംബൂട്ടാൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? മുടിയുള്ള പഴം എന്നാണ്. മലയ ഭാഷയിൽ റംബൂട്ട് എന്ന വാക്കിന് മുടി എന്നാണ് അർത്ഥം. ഞങ്ങളുടെ റോക്കിക്കുട്ടന് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെപ്പോൾ റംബൂട്ടാൻ മരത്തിനടുത്ത് പോയാലും റോക്കിക്കുട്ടൻ ആദ്യം അവിടെ എത്തും. പക്ഷേ അവന് റംബൂട്ടാൻ്റെ പൾപ്പിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം അതിൻ്റെ തോടാണ്. ഒന്ന് കണ്ണു തെറ്റിയാൽ റംബൂട്ടാനും എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടമാണ് അവൻ. ചോദിച്ചാൽ തിരികെ കിട്ടില്ല കേട്ടോ. റംബൂട്ടാൻ ഈ മരത്തിൽ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. റംബൂട്ടാനെല്ലാം ഏകദേശം ഒരേ സമയത്ത് തന്നെ പഴുത്തതുകൊണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇങ്ങ് വിളവെടുത്തു. N18 റംബൂട്ടാൻ ആയതുകൊണ്ട് മധുരത്തിന് ഒട്ടും കുറവില്ല. അതുപോലെ തന്നെ വലുപ്പവും ഉണ്ടായിരുന്നു. ഈ റംബൂട്ടാൻ മരം നട്ടിട്ട് 4 വർഷം ആയിട്ടുള്ളെങ്കിലും ഞങ്ങൾക്ക് 4 കിലോയ്ക്ക് മുകളിൽ വിളവ് കിട്ടി. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.